നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. തൃപ്പയാറിൽ ചുമട്ട് തൊഴിലാളിക്ക് നേരെ നടന്ന ഗുണ്ട ആക്രമണത്തിൽ ഒരാൾ പിടിയിൽ. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിൽ രാമു കാര്യട്ട് ഫിലിം അവാർഡുകൾ വിതരണം ചെയ്തു. എടത്തിരുത്തി പൈനൂരിലെ സൂര്യകാന്തി പാടം വിസ്മയ കാഴ്ചയൊരുക്കുന്നു. വാർത്തകൾ വിശദമായി നോക്കാം. തൃപ്പയാർ സെന്ററിൽ ചുമട്ട് തൊഴിലാളിയെ ഇരുമ്പ് വടി കൊണ്ട് ആക്രമിച്ച കേസിൽ ഒരാൾ പിടിയിലായി. നാട്ടിക നമ്പെട്ടി വീട്ടിൽ രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ താന്യം ചക്കമലത്ത് വീട്ടിൽ റോഷനെയാണ് വലപ്പാട് SHO MK രമേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പേരിൽ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ലഹരിക്കടത്ത് കേസും കഞ്ചാവ് ഉപയോഗിച്ചതിനും കേസുണ്ട്. 2 മാസം മുൻപ് തൃപ്പയാർ സബ് രജിസ്ട്രാർ ഓഫീസ് പരിസരത്തെ ഫർണിച്ചർ സ്ഥാപനത്തിൽ ട്രസ്റ്റ് ജോലിക്കുള്ള സാധനങ്ങൾ ഇറക്കുന്നത് സംബന്ധിച്ച തർക്കം സംഘട്ടനത്തിലെത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിരുന്നു രാധാകൃഷ്ണൻ നേരെയുണ്ടായ ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. റോഷനും മുമ്പ് സംഘട്ടനത്തിൽ പരിക്കേറ്റ സായ്രാജും മറ്റ് 2 പേരും ചേർന്ന് 4 ബൈക്കുകളിലായി എത്തിയാണ് രാധാകൃഷ്ണനെ ആക്രമിച്ചത്. രാധാകൃഷ്ണന്റെയും മറ്റൊരു ചുമട്ടുതൊഴിലാളി ഷിബുവിന്റെയും ബൈക്കുകൾ ഇവർ തകർത്തു. ഷിബുവും മറ്റ് സുഹൃത്തുക്കളും രാധാകൃഷ്ണന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഇവർ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. SIമാരായ CN എബിൻ, PG സദാശിവൻ, ASI ഭരതനുണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സോഷി, സുനീഷ് കുമാർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ പെസഹ വ്യാഴം വിശ്വാസികൾ ഭക്തി പുരസ്കാരം ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെൻസ് തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാൽകഴുകൽ ശുശ്രൂഷയ്ക്കായി ഇടവകയിലെ കുടുംബ കൂട്ടായ്മ പ്രസിഡന്റുമാരിൽ നിന്നും തെരഞ്ഞെടുത്ത 12 പേരെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പ്രതിനിധീകരിച്ച് പങ്കെടുപ്പിച്ചു. പെസഹ ഊട്ട്, ദിവ്യകാരുണ്യ ആരാധന, കുരിശിന്റെ വഴി പ്രദക്ഷിണം, പൊതു ആരാധന, അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നിവ നടന്നു. കൈക്കാരന്മാരായ ജെയിംസ് ചെറിയത്ത്, ലിജോ കരിയാറ്റിൽ, സിജോ AND എന്നിവർ നേതൃത്വം നൽകി. നാടക ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകനായിരുന്ന ഗിരീഷ് കർണാടിന്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന തിയേറ്റർ സ്മാരകവേദിയുടെ 5ാമത് അവാർഡിന് കവിയും ഗാനരചയിതാവും നാടൻ കലാകാരനുമായ രമണൻ തളിക്കുളത്തിനെ തെരഞ്ഞെടുത്തു. ജൂറി അംഗങ്ങളായ ഡോക്ടർ ആരോമൽ T, ഡോക്ടർ തുളസീധരക്കുറുപ്പ്, സബീർ കലാകുടീരം എന്നിവർ ചേർന്നാണ് തിരഞ്ഞെടുത്തത്. രമണൻ തളിക്കുളം എഴുതിയ എന്നും എൻ്റെ മൊയ്തീൻ എന്ന കവിതയ്ക്കാണ് അവാർഡ്. മെയ് 29 2 മണിക്ക് പത്തനംതിട്ട പ്രസ് ക്ലബിൽ പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ അവാർഡ് വിതരണം ചെയ്യും. ടാസ്ക് തളിക്കുളത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ 16 മുതൽ 20 വരെ നടക്കുന്ന 6ാമത് ചെക്കു മെമ്മോറിയൽ അഖില കേരള ഫ്ലഡ്ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തളിക്കുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. CC മുകുന്ദൻ MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. ക്ലബ്ബ് സെക്രട്ടറി പ്രണവ്, IP, വാർഡ് മെമ്പർ അനിത പ്രമോദ്, പ്രേമൻ, സന്ദീപ് സോമൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ പ്ലേ ബോയ്സ് തൃശൂർ 2-നെതിരെ 5 ഗോളുകൾക്ക് സിദാൻ ബോയ്സ് കരുവന്തലയെ തോൽപ്പിച്ചു. 2ാം ക്വാർട്ടർ ഫൈനലിൽ ടീം ഓഫ് പഞ്ചവടി ട്രൈ ബ്രേക്കറിൽ ബോസ് വെളിയംകോടിനെ തോൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സമയത്ത് പറയാനായി നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ഗ്രൗണ്ടുകൾ നമ്മുടെ പ്രദേശമായി. ഇടവേള. ഈ അവധിക്കാലം ഉത്സവമാക്കാം ITDCയോടൊപ്പം.
കേരള സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് അംഗീകൃത പഠന കേന്ദ്രമായ വലപ്പാട് ITDCയിൽ മൾട്ടിമീഡിയ, ആനിമേഷൻ, ഗ്രാഫിക്സ്, വെബ് ഡിസൈൻ തുടങ്ങിയ നിരവധി IT കോഴ്സുകൾ ഈ അവധിക്കാലത്ത് ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ 1 മുതൽ +2 വരെയുള്ള സ്റ്റേറ്റ് ആൻഡ് CBSE വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും ട്യൂഷൻ ITDCയിൽ നൽകുന്നുണ്ട്. പഠനത്തിൽ ഇത്തിരി പുറകിലാണെങ്കിലും പ്രശ്നമില്ല. മാത്സ്, സയൻസ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും കൃത്യമായി ഉൾക്കൊള്ളാൻ ഞങ്ങളുടെ ക്ലാസുകൾ സഹായിക്കും. മ്യൂസിക്, ഡ്രോയിങ്, അബാക്കസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, പിന്നെ ഡാൻസ് ക്ലാസുകളും. പഠനം മാത്രമാക്കാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നു. കോഴ്സ് അവസാനം അടിപൊളി ഒരു ട്രിപ്പും കൂടെ ആവുമ്പോൾ കെങ്കേമോ. അപ്പോ വേഗം പോരെ, നമുക്ക് ഒരുമിച്ച് കളിച്ച് പഠിച്ച് പൊളിക്കാം. ITDCയിൽ ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. ജോയിൻ ചെയ്യാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്തോളൂ. അക്കിലോല പൂവൻ കുത്തി കണ്ണിലോല ക്ലിം അത്തിപ്പഴം കൊത്തിത്തുന്നു തത്തമ്മ. ഓ അപ്പൊ സി എന്താണത്? ഇതൊരു എൻട്രൻസ് മോഡൽ എക്സാം അല്ലേ? ഇതൊന്നും അൾട്ടിമേറ്റ്ലി വർക്ക് ആവില്ലട്ടാ. ഞാനൊരു ടെക്ക് പറയാം, ഇത് നോക്ക് നീ. Tom and Jerry, you don't worry, I will put you in the curry. ശല്യം ചെയ്യണ്ടിരിക്കോ? രണ്ടും കൂടെ എന്റെ കോൺസെൻട്രേഷൻ കളയോ? നോക്കട്ടെ നിന്റെ കോൺസെൻട്രേഷൻ. ഇതെന്തിട്ട് നോക്കിയപ്പോ ഉള്ള പാമ്പാ. എടാ, ഈ കറക്കിക്കുത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ട്യൂഷൻ പോണതിനൊപ്പം അക്കാഡമി സൺഡേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും എൻട്രൻസും ഒന്നിച്ച് സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് കൂടെ ചെയ്താൽ സംഭവം സെറ്റ് കിട്ടും. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വാർത്തകൾ തുടരുന്നു. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമചന്ദ്ര സേവ റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച മിഴാവിന്റെ മൃദംഗ ഉപനയനം ഞായറാഴ്ച നടക്കും. രാവിലെ 7-ന് ക്ഷേത്രം തന്ത്രി തട്ടനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മറ്റ് വൈദികരുടെ ക്രിയകളോടെ ക്ഷേത്രത്തിലെ വലിയമ്പലത്തിൽ വെച്ചാണ് ചടങ്ങുകൾ. ഇത് ഗുരുശിഷ്യ പാരമ്പര്യത്തിന്റെ ആചാരപരമായ സംഗീതീയ അർപ്പണം കൂടിയാണ്. പൂർവമായ ഈ ചടങ്ങ് തൃപ്പയാർ ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നടക്കുന്നതെന്ന പ്രത്യേകതയും കൂടിയുണ്ട്. ക്ഷേത്രത്തിലെ വലിയമ്പലത്തിൽ വെച്ച് ദൈവ സാന്നിധ്യത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ പൂജകൾ നടത്തി മിഴാവ് ചൈതന്യവത്താക്കുന്നു. ഗണപതി ഹോമം, ഗുരുപൂജ, നിത്യപൂജകൾ, വേദപാരായണം എന്നിവയുടെ സാന്നിധ്യത്തിലാണ് മൃദംഗം ഉപനയനം നടക്കുന്നത്. ശിഷ്യൻ ആദ്യമായി തന്റെ ഗുരുവിൽ നിന്ന് മിഴാവ് സ്വീകരിക്കുകയും അതിൽ താളം വയ്ക്കുകയും ചെയ്യുന്നു. ഗുരു ആശീർവാദം നൽകിയ ശേഷം മിഴാവ് സമർപ്പിക്കും. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം നൽകി. തുടർന്ന് ഭക്തിനിർഭരമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. വൈകിട്ട് 115 വർഷം പഴക്കമുള്ള ഈശോയുടെ തിരുശരീര രൂപവും വഹിച്ചുകൊണ്ടുള്ള പരിഹാര പ്രദക്ഷിണത്തിന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയേക്കൽ, കൈക്കാരന്മാരായ ജോജി മാളിയേക്കൽ, ആൽഡ്രിൻ ജോസ്, ജോസഫ്, സണ്ണി, ദേവാലയ ശുശ്രൂഷി ലിജോ പുലിക്കോട്ടിൽ, ആന്റണി TJ എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഇടവകയിലെ ഇൻഫന്റ് ജീസസ് ദർശന സഭാ സമൂഹം പള്ളിമുറ്റത്ത് 24 അടി നീളത്തിൽ അവസാന തിരുവത്താഴത്തിന്റെ നിശ്ചല ദൃശ്യാവിഷ്കാരത്തിന് വേദിയൊരുക്കി. പെസഹ ആചരിക്കുന്നതിന്റെ ഭാഗമായുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷ ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി
സഹവികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയേക്കൽ എന്നിവർ നിർവഹിച്ചു. ആഴ്ചകളോളം നീണ്ടുനിൽക്കുന്ന കഠിന പ്രയത്നത്തിലൂടെയാണ് പ്രായഭേദമന്യേ 2ാം വർഷവും ദർശന സഭാ അംഗങ്ങൾ ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. കെ.ഒ. ജോണി, കെ.വി. വിൻസെന്റ്, ഇ.ജെ. ആന്റണി, എം.എ. ഔസേപ്പ്, പി.വി. മിഗോൾവി, സി.സി. വിൻസെന്റ്, എം.എസ്. പ്രസി സൈഗാഡ്സൺ, ടി.ജി. ഡേവിസ്, ബെന്നി ഇ.ആർ., ജോബി സി.ജെ., നിജോ സി.ജെ., സേവിയർ സി.ഒ., ഫ്രാൻസിസ് കെ.വി. എന്നീ അംഗങ്ങൾ അവസാന തിരുവത്താഴ നിശ്ചല ദൃശ്യത്തിന് വേഷമണിഞ്ഞു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പെസഹ വ്യാഴം ദിനത്തിൽ കാൽകഴുകൽ ശുശ്രൂഷ നടത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത്ത് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകി. വിസ്മയ കാഴ്ചയൊരുക്കി എടത്തിരുത്തി പൈനൂരിലെ സൂര്യകാന്തി പാടം. കണ്ടും കേട്ടും ദിനംപ്രതി നിരവധി പേരാണ് നയനാനന്ദകരമായ കാഴ്ച കാണാൻ ഇവിടേക്കെത്തുന്നത്. പൈനൂരിലെ രവി പുത്തൻപുരയുടെ 1/2 ഏക്കറിലധികം പാടത്താണ് സൂര്യകാന്തി പൂക്കൾ മഞ്ഞപ്പട്ടണിഞ്ഞ് നിൽക്കുന്നത്. പാരമ്പര്യ നെൽകർഷകനായ കുമാരൻ കടവത്താണ് പരീക്ഷണമെന്ന നിലയിൽ സൂര്യകാന്തി കൃഷി ചെയ്തത്. നെൽകൃഷി കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പൂക്കൃഷി കൂടി ചെയ്യണമെന്ന് കുമാരൻ തീരുമാനിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്താണ് പാകിയത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വിത്തുകൾ മുളച്ചു. പ്രത്യേക പരിചരണമൊന്നും നൽകിയില്ലെങ്കിലും കടുത്ത വേനലിലും ചെടികൾ പാടമാകെ നിറഞ്ഞു. പൂവിടാൻ തുടങ്ങിയതോടെ പരീക്ഷണം വിജയം കണ്ടു. ആദ്യമായിട്ട് ചെയ്യുന്നത്, ആദ്യം പയർ, നെല്ല് കഴിഞ്ഞാൽ പിന്നെ പയറിനിടാറ്, പയറുള്ളു. അപ്പോൾ നമ്മുടെ ഒരു കുമാരേട്ടൻ്റെ പണി, ആള് എന്നോട് പറയാണ്ടാണ് ഇതിട്ടത്, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ചാൽ സൂര്യകാന്തി ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല. പയറും എള്ളും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് വിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുക. അതിനോട് പറയാണ്ട് വിതച്ച് മുളച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ സൂര്യകാന്തി ഇട്ട് മുളച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ആള് മഴയും ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല, വളമില്ല, മഴയില്ല, ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഇങ്ങനെ പൂവായി. പൂവായതിനു ശേഷം മഴ കിട്ടിയത്, മുട്ട് വന്നോട് കൂടി. എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇത് 60, 2.5 ഏക്കറുണ്ട് ഈ പാടം. ഇതിപ്പോ ശരിക്കും ഇങ്ങനെ ഫുള്ളതിൽ നിൽക്കുന്നത് കുറേ നാളായോ? കുറേ ദിവസമായോ? ഒരു 3 ആഴ്ചയായി. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. 3 ആഴ്ച മുന്നാണെങ്കിൽ അതിൻ്റെ എല്ലാം കാണാം നമുക്ക്. ഫ്ലവർ ആവണത് തൊട്ട് പൂവുള്ളത് വരെ. ഇതിപ്പോൾ മുഴുവനായി തുടങ്ങി, കൊഴിഞ്ഞു തുടങ്ങി. കണ്ടമാനം പേര് വരുന്നുണ്ട്. നല്ല ഉയരത്തിൽ നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാനും സെൽഫി എടുക്കാനും മറ്റും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പൈനൂരിലേക്ക് എത്തുന്നത്. നാട്ടിലിപ്പോൾ ഇത് വലിയ കാര്യമാണല്ലോ ഇങ്ങനെ കാണാന്നുള്ളത്. അപ്പൊ അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു. കാരണം വെച്ചാല് ഈ നമ്മുടെ തൊട്ടടുത്തുള്ള ഏരിയയിൽ തന്നെ ഒരു പാടത്താണ് ഇത് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട് കുറെ. ശരിക്കും നമുക്കൊരു അതിശയം പോലെയാണ് തോന്നുന്നത്. ഒരുപാട് ദൂരങ്ങളിൽ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തൊട്ടടുത്ത് ഉണ്ടായിട്ട് അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരേ, തേടുവതാരേ. ഒരിടവേള കൂടി. തൃപ്രയാർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഈ ആഘോഷവേളയിൽ 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ പട്ടുസാരി സമ്മാനമായി നേടാം. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ. ഡയമണ്ടിനും 18 കാരറ്റിന്റെ ട്രെൻഡി കളക്ഷൻസിനും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 5 പവൻ മുതൽ തുടങ്ങുന്ന കല്യാണ സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, തൃപ്രയാർ ജംഗ്ഷൻ.
ഈ ഫെസ്റ്റിവൽ സീസണിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന് എമ്പുരാൻ കാണണം, കൂടാതെ വാടാനപ്പള്ളി സുധാ സിൽക്സിൽ നിന്നും വിലക്കുറവിൽ വാങ്ങണം. അറിഞ്ഞില്ലേ? വാടാനപ്പള്ളി സുധാസിൽ റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് അടിപൊളി ഫെസ്റ്റിവൽ മെഗാ സെയിൽ. മാനുഫാക്ചേഴ്സിൽ നിന്നും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാം. വിചിത്ര സിൽക്ക് സ്റ്റോൺ വർക്ക് സാരി 199 രൂപ മുതൽ, സെറ്റ് സാരി സെറ്റുമുണ്ട് 299 രൂപ മുതൽ, ലേഡീസ് കുർത്തികൾ 199 രൂപ മുതൽ 2000 രൂപ വരെ, കോട്ടൺ ചുരിദാറുകൾ 599 രൂപ മുതൽ, പാർട്ടി വെയർ ചുരിദാറുകൾ 899 രൂപ മുതൽ 3000 രൂപ വരെ, 399 രൂപ മുതൽ 3000 രൂപ വരെയുള്ള ചുരിദാർ മെറ്റീരിയലുകൾ, കോട്ടൺ നൈറ്റുകൾ 149 രൂപ മുതൽ, ഗേൾസ് ഫ്രോക്കുകൾ 299 രൂപ മുതൽ, ടീനേജേഴ്സിനായി 20 ക്രോപ്പ് ടോപ്പുകളും ബാഗി പാന്റുകളും, മെൻസ് 20 ടീഷർട്ടുകളുടെയും ബ്രാൻഡ് ഷർട്ടുകളുടെയും ജീൻസുകളുടെയും അതിവിപുലമായ സെക്ഷൻ. അനുഭവിച്ചറിയും യഥാർത്ഥ വിലക്കുറവും ഗുണമേന്മയും. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. രാമു കാര്യാട്ട് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജനകീയ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിൽ വെച്ചാണ് ഗോകുലം ഗോപാലൻ അവാർഡ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. പാലക്കാട് പഞ്ചായത്തിലെ കഴിമ്പ്രം പ്രദേശം ഒരു മനോഹരമായ പ്രദേശമാണ്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇതൊരു നല്ല സുന്ദരമായ ഒരു പ്രദേശമാണ്. വളരെ സന്തോഷിക്കാൻ, കാരണം ഒരു നല്ലൊരു ബീച്ച്, ശുദ്ധമായ ഒരു ബീച്ച്, നല്ല
ആരോഗ്യകരമായ വായു എല്ലാം ഉള്ള ഒരു പ്രദേശത്തിൽ ഇങ്ങനെ ഒരു പൊതുയോ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിൽ അതിൻ്റെ ഭാരവാഹികൾ ഭയങ്കര നല്ല ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. മെഡിമിക്സ് ഫൗണ്ടർ VP സിദ്ധന്റെ പേരിൽ ഏർപ്പെടുത്തിയ മികച്ച നാടകത്തിനുള്ള അവാർഡും 50,000 രൂപയും പ്രശസ്തി പത്രവും സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകത്തിന് മെഡിമിക്സ് MD AB അനൂപ് CR മഹേഷ് MLAക്ക് നൽകി. സൗഹൃദവേദി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷനായി. മികച്ച സംവിധായകനായി ബ്ലസിയെയും പാൻ ഇന്ത്യ താരമായി ഉണ്ണി മുകുന്ദനെയും തെരഞ്ഞെടുത്തു. മികച്ച നടനായി ആസിഫ് അലി, മികച്ച നടിയായി അപർണ ബാലമുരളി, സിനിമാറ്റിക് ബ്രില്യൻസ് അവാർഡിന് ജോജു ജോർജ് എന്നിവർ അർഹനായി. സുരഭി ലക്ഷ്മി, സംവിധായകൻ പ്രമോദ് പപ്പൻ, മോക്ഷ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, രാജേഷ് മാധവൻ, ആൻസൺ പോൾ, അഭിമന്യു, തിലകൻ, ഇഷാൻ, ഷരീഫ് മുഹമ്മദ്, ശ്രുതി രാമചന്ദ്രൻ, ചിന്നു, ചാന്ദിനി, മാല പാർവതി, ചിത്ര നായർ തുടങ്ങി 65-ൽ പരം കലാകാരന്മാർ ഈ വർഷത്തെ അവാർഡുകൾ ഏറ്റുവാങ്ങി. NTC ചെയർമാൻ മനോജ് കുമാർ, ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് MD ജോൺ ആലൂക്ക, പറുദീസ ലിവിംഗ് MD ജിസ് ലാസർ, ഡോക്ടർ BJ റോസമ്മ, ഹംസ കൊണ്ടാമ്പുള്ളി, ഷിനു ക്ലിയർ മാത്യൂസ്, ഷമീൽ മോഹൻദാസ്, അർജുൻ നായർ മൂപ്പിൽ, മാത്യൂസ് കാട്ടുകാരൻ, അനു താജ്, സലീഷ് തണ്ടാശ്ശേരി, സുധീഷ്, വാമനൻ നെടിയിരിപ്പിൽ, വിനോദ് നെടിയിരിപ്പിൽ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സൗഹൃദവേദി ജനറൽ കൺവീനർ ഷൈൻ നെടിയിരിപ്പിൽ, കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, ട്രഷറർ മധു കുന്നത്ത്, സൗമ്യൻ നെടിയിരിപ്പിൽ എന്നിവർ സംസാരിച്ചു. തിയേറ്ററിന് അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയത് ആ ഒരു സിനിമയ്ക്കാണ്. ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞ പോയൊരു മൊമെന്റ് ആയിരുന്നു. അപ്പോൾ ആ സിനിമ എന്ന് പറയുന്നത് വിഷ്ണുനാരായണ ഭയങ്കര സ്പെഷ്യലാണ്, വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഹലോ, ഇന്ന് നിങ്ങളുടെ ബീച്ച് ഫെസ്റ്റ് അല്ലേ ഇവിടെ? ഇത്രയും വലിയ ആഘോഷം ഇവിടെ നടന്നത് എന്താണ് നിങ്ങൾക്ക് ഒരു അനക്കമില്ലാത്തത്? ഒരു വലിയ കൈയ്യടി ഇതിന്റെ സംഘാടകർക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് ആരംഭിക്കല്ലേ? ഈ ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് രാമു കാര്യട് സാറിന്റെ പേരിലുള്ള ഒരു അവാർഡ് ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിച്ചതിലും ഞങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചതിലും ഒക്കെ സംഘാടകരോടും ഇത് കാണാൻ ഇവിടെ വന്ന് നിന്ന് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. എന്റെ ബ്ലസി സാർ പറഞ്ഞ പോലെ ഇത് എന്റെ രണ്ടാമത്തെ രാമു കാര്യട് അവാർഡാണ്. മികച്ച പുതുമുഖത്തിലുള്ള അവാർഡ് എനിക്ക് ഞാൻ സിനിമയിൽ വന്ന് കൊല്ലം കിട്ടിയിരുന്നു. അതിനുശേഷം 16 വർഷങ്ങളെടുത്തു ഇങ്ങനെ ഒരു വേദിയിൽ എത്താൻ. അത് മികച്ച നടനായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹമുള്ള ഇങ്ങോട്ട് വന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും നിങ്ങളുടെ പ്രോത്സാഹനം എൻ്റെ കൂടെ ഉണ്ടാവണം. നല്ല സിനിമകളായിട്ട് ഇനിയും വരാം തിയേറ്ററിൽ. നിങ്ങളെല്ലാവരും എൻ്റെ സിനിമകൾ കാണാൻ തിയേറ്ററിൽ തന്നെ വരണം. വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരില്ലേ? താങ്ക് യു സോ മച്ച്. വരുന്നൊരു ജനക്കൂട്ടമാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈവായിട്ട് വന്ന് നടക്കുന്ന ഒരു അവാർഡ് ഷോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും പുതിയ സിനിമയായ സംശയം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് യാത്രയായിരുന്നു. അപ്പോഴാണ് വാദിക്കുകയും ടീമെ വിളിച്ച് ഇങ്ങനത്തെ ഒരു അവാർഡ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇവിടെ വരാനും അല്ലെങ്കിൽ നിങ്ങളോട് സംശയത്തിനെ കുറിച്ച് സംസാരിക്കാനൊക്കെയുള്ള ഒരു അവസരമായിട്ട് ഞാനത് എടുത്തു. മഹാനായ കലാകാരന്റെ പേരിലുള്ള അവാർഡ്, അത് എന്തിന്റെ പേരിലാണെങ്കിലും ഐക്കോണിക് ഐഡന്റിറ്റി എന്നൊക്കെ പറയേണ്ട ഇതിന്റെ അർത്ഥം എന്താന്ന് പോലും എനിക്കറിയില്ല. എന്നാലും സന്തോഷമുണ്ട്. കാരണം രാമു കാര്യട് സാറിന്റെ പേരിൽ ഒരു അവാർഡ് നമ്മുടെ കയ്യിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രൗഡ് കാര്യമാണ്. പെരിഞ്ഞനം ചക്കരപ്പാടം ജൂബിലാൻഡ് ബ്രദേഴ്സ് ക്ലബിന്റെ 31ാമത് വാർഷികാഘോഷം ഞായറാഴ്ച നടക്കും. ഇതോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ കൂട്ടായ്മയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈകിട്ട് 5-ന് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KR ബിജു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ മുഹമ്മദ് അഷ്ഫാഖ്, ദേശീയ അണ്ടർ 11 ചെസ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ദക്ഷിണ രാജീവ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികളായ AN ഇബ്രാഹിം, KS അഭിജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണലൂർ ഏരിയ ബാലസംഘം വേനൽ തുമ്പി പരിശീലന ക്യാമ്പ് ആരംഭിച്ചു.
എടത്ര ശ്രീരാമം ഓഡിറ്റോറിയത്തിൽ തുടങ്ങിയ ക്യാമ്പ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം BD പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ഏരിയ സെക്രട്ടറി മാധവ് കൃഷ്ണ അധ്യക്ഷനായി. BM സുർജിത്ത്, MB ഷാജി, നീലാഞ്ജന തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ കാരുണ്യ സഹായ വിതരണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO BS ബിനു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് പറയാനുള്ളത്, ഞാൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ ഇവിടെ വന്നതിൽ ഇവിടെ 3 പഞ്ചായത്തുണ്ട്. പ്രത്യേകിച്ച് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിനോട് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. കാരണം ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ രാഷ്ട്രീയമാണെങ്കിലും പൊതുകാര്യപരമായിട്ടുള്ള പരിപാടികളാണെങ്കിലും എല്ലാം തന്നെ വളരെ സമാധാനപരമായിട്ടും അതുപോലെ ലോ ഒബീഡിയൻ്റായിട്ടും അങ്ങനെ അത്ര നല്ല ഒരു ജനങ്ങൾ പാർക്കുന്നൊരു സ്ഥലമായിട്ട് ഞാൻ എൻ്റെ സർവീസിലെ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഏങ്ങണ്ടിയൂരിൻ്റെ മാത്രം കുട്ടിയാണ്. കാരണം പലപ്പോഴും ഞാൻ ഏങ്ങണ്ടിയൂർ ഭാഗത്തേക്ക് വരാറില്ല. അവർ വിളിച്ചു പറയും, സാർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ശരി ഓക്കെ, പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല, അവർ പറഞ്ഞാൽ അവർ അങ്ങനെ കള്ളം പറയുന്നതിനകത്താണ്. തന്നെയല്ല, ഈ നാട്ടിലെ ഒരു പ്രത്യേകതകളുണ്ട്. ഏങ്ങണ്ടിയൂർ പലപ്പോഴും പ്രശസ്തമായിരിക്കുന്നത് ഇവിടെയുള്ള വ്യക്തിത്വങ്ങളെ കൊണ്ടാണ്. രക്ഷാധികാരി ഗൾഫ് പാർക്ക് ബാബു നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷയായി. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB സുരേഷ്, MA ബാബു, വാർഡംഗങ്ങളായ ഓമന സുബ്രഹ്മണ്യൻ, സുമയ്യ സിദ്ദിഖ്, ജോൺ പുലിക്കോട്ടിൽ, സുനിൽ കാരാട്ട്, CS സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിഷു കണികൊണ്ട് പോരുന്ന കുട്ടികളെ ആക്രമിച്ചവരുടെ പേരിൽ കേസെടുക്കുക, വാടനപ്പള്ളി ഏഴാങ്കല്ല് പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച BJP വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഏഴാങ്കല്ല് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തൃത്തല്ലൂർ സെന്ററിൽ സമാപിച്ചു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുന്നതിന് ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. പ്രകടനത്തിന് BJP മണലൂർ മണ്ഡലം ട്രഷറർ ദിവിൻദാസ് P, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഖിൽദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം KB ശ്രീജിത്ത്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KB സംഭാജി, റീന സുനിൽകുമാർ, പാർട്ടി പഞ്ചായത്ത് ബൂത്ത് ഭാരവാഹികളായ CC സതീഷ്, KS മണികണ്ഠൻ, TS ഓഗിൻ, രോഹിത് രാജ്, അക്ഷയ്, ലീന, സാൻഡി, ബിജു, വൈശാഖ്, ബാലകൃഷ്ണൻ, രജിൻ, ഋഷിൽ, അനൂപ് എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ഏരിയ ബാലസംഘം വേനൽ തുമ്പികൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി. വാടനപ്പള്ളി നടുവിൽക്കരയിൽ CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയത് കൊലപാതകമല്ലെന്നും രാഷ്ട്രപിതാവ് സ്വയം ജീവനൊടുക്കിയതാണെന്നും എന്നുള്ള പ്രചാരവേല നടത്തുക മാത്രമല്ല, യാതൊരുവിധ മടിയുമില്ലാതെ പാഠപുസ്തകങ്ങളടക്കം അച്ചടിച്ചു വരുന്ന സ്ഥിതിവിശേഷമാണ്. ഇന്ന് രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ നാഥുറാം വിനായക് ഗോഡ്സെ അടക്കമുള്ളവരുടെ അവർ ദൈവമായി പ്രഖ്യാപിക്കാൻ മടിയും കാണിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ്. നമുക്ക് ജാതിയില്ല, മതമില്ല, എല്ലാ കൊച്ചുകൂട്ടുകാരെയും ശാസ്ത്രലോകത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മ. നമ്മുടെ അറിവല്ല മറ്റു മക്കൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് 3 ദിവസം. സംഘടക സമിതി ചെയർമാൻ BA ഷാജുദ്ദീൻ അധ്യക്ഷനായി. ബാലസംഘം നാട്ടിക ഏരിയ സെക്രട്ടറി ഫാത്തിമ സനം, CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിശ്വംഭരൻ, KR സീത, അഡ്വക്കേറ്റ് BA ജ്യോതിപ്രകാശ്, TS മധുസൂദനൻ, MR ദിനേശൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, KV സുൽത്താൻ, അലോക് മോഹൻ, EPK സുഭാഷിതൻ, ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ നൌമി പ്രസാദ്, ബാലസംഘം ഏരിയ കൺവീനർ TN ഉദയകുമാർ, കോർഡിനേറ്റർ AM ദിൽഷാദ്, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, ബാലസംഘം വാടനപ്പള്ളി കൺവീനർ CM നിസാർ, കോർഡിനേറ്റർ പ്രമീള ബൈജു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KD സതീശൻ, ഷൈന മുഹമ്മദ്, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജ ഉദയകുമാർ, സുജിത്ത്, ശ്രീകല ദേവാനന്ദ്, SFI പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TS നിഖിര, സെക്രട്ടറി നൈമ മുഹമ്മദ്, DYFI സെക്രട്ടറി റെജീന, പ്രസിഡന്റ് ഫാരിസ്, ബാലസംഘം നാട്ടിക ഏരിയ പ്രസിഡന്റ് KS ആദർശ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. തൃപ്പയാറിൽ ചുമട്ട് തൊഴിലാളിക്ക് നേരെ നടന്ന ഗുണ്ട ആക്രമണത്തിൽ ഒരാൾ പിടിയിൽ.
കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിൽ രാമു കാര്യട്ട് ഫിലിം അവാർഡുകൾ വിതരണം ചെയ്തു. എടത്തിരുത്തി പൈനൂരിലെ സൂര്യകാന്തി പാടം വിസ്മയ കാഴ്ചയൊരുക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.